ചിന്തിക്കുക. ആത്മത്വേന അമൃതത്വം ഹി വിന്ദതേ ഇതി ഹേതുവചനം വിപരീയ മൃത്യുപ്രാപ്തേഃ വിഷയാത്മവിജ്ഞാനേ ഹി മൃത്യുഃ പ്രാരഭത. വിഷയവിജ്ഞാനത്തിൽ വിഷയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കുമ്പോൾ, വിഷയവിജ്ഞാനത്തിലല്ല, വിഷയവിജ്ഞാനേ മൃത്യുഃ പ്രാരഭത എന്നല്ല പറഞ്ഞത്, ആത്മവിജ്ഞാനേ മൃത്യുഃ പ്രാരഭത. വിഷയമായിരിക്കുന്ന പഞ്ചഭൂതാത്മകമായിരിക്കുന്നതിനെ ഞാനെന്നറിയുമ്പോൾ അത് മരണം തന്നെ. ഇതിനെയാണ് പൊതുവെ ഇതിനെയാണ് ഞാനെന്ന് മനസ്സിലാക്കുന്നത്. അത് മരണത്തിൻ്റെ വഴി. വിഷയാത്മജ്ഞാനത്തിൽ മരണം, ആത്മജ്ഞാനത്തിൽ നിർവിഷയാത്മജ്ഞാനത്തിൽ മോക്ഷം. ഇത്രയേ ഉള്ളൂ. ഇത് ആത്മവിജ്ഞാനം അമൃതത്വനിമിത്തം. അങ്ങനെ ആത്മവിജ്ഞാനം അമൃതത്വത്തിന് നിമിത്തമാണ്. ഇത് യുക്തം ഹേതുവചനം അമൃതത്വം ഹി വിന്ദതേ. അതുകൊണ്ട് അമൃതത്വം ഹി വിന്ദതേ എന്ന് പറഞ്ഞാൽ നന്നായി, യുക്തമായി, നന്നായി. വ്യക്തമല്ലേ? ആത്മജ്ഞാനേന കിം അമൃതത്വം ഉത്പാദ്യതേ? ചോദ്യം. ആത്മജ്ഞാനേന കിം അമൃതത്വം ഉത്പാദ്യതേ? ശങ്കയാണ്. ആത്മജ്ഞാനം കൊണ്ട് അമൃതത്വം ഉണ്ടാകുന്നുവോ, ഉത്പാദിപ്പിക്കപ്പെടുന്നുവോ? ആത്മജ്ഞാനം കൊണ്ട് അമൃതത്വം ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ? അതാണ് ചോദ്യം. ഇത് ശങ്കയായിട്ട് എടുത്താൽ മതി, പൂർവപക്ഷമായിട്ട് എടുക്കണ്ട, ശങ്കയായിട്ട് എടുത്താൽ മതി. നാ കഥം തർഹി ആത്മനാ വിന്ദതേ സ്വേനൈവ നിത്യാത്മസ്വഭാവേന അമൃതത്വം വിന്ദതേ നാലംബനപൂർവകം വിന്ദതേ ഇതി ആത്മവിജ്ഞാനാപേക്ഷം യദി വിദ്യാ ഉത്പാദ്യം അമൃതത്വം സ്യാദ് അനിത്യം ഭവേത് കർമ്മകാര്യവത്. അതഃ ന വിദ്യ ഉത്പാദ്യം. ന കഥം തർഹി ആത്മനാ വിന്ദതേ സ്വേനൈവ നിത്യാത്മസ്വഭാവേന അമൃതത്വം വിന്ദതേ നാലംബനപൂർവകം വിന്ദതേ ഇതി ആത്മവിജ്ഞാനാപേക്ഷം യദി വിദ്യാ ഉത്പാദ്യം അമൃതത്വം സ്യാത്. ഒന്നുകൂടി വായിക്കാം. യദി വിദ്യോത്പാദ്യം അമൃതത്വം സ്യാത് അനിത്യം ഭവേത് കർമ്മകാര്യവത്. അതഃ ന വിദ്യോത്പാദ്യം. അപ്പം പിന്നെ അല്ല, അങ്ങനെയല്ല. ആത്മജ്ഞാനം കൊണ്ട് അമൃതത്വം ഉത്പാദിപ്പിക്കപ്പെടുകയല്ല. പിന്നെ എങ്ങനെയാ? കഥം തർഹി, പിന്നെ എങ്ങനെയാ? ആത്മനാ വിന്ദതേ, സ്വതവേ തന്നെ ഉള്ളതാണ്. സ്വേനൈവ നിത്യം ആത്മഭാവേന അമൃതത്വം വിന്ദതേ. സ്വതവേ തന്നെ ആത്മഭാവത്താൽ അമൃതത്വം ഉള്ളത് തന്നെയാണ്. ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ഉപനിഷത്ത്. അവിടെ ചോദ്യം വരുന്നുണ്ട്, ഈ ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രഹ്മായി തീരുകയാണോ? ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രഹ്മായി തീരുകയല്ല, ബ്രഹ്മം തന്നെ ആയിരുന്നു. അതറിയാതെ പോയി ഈ വിഷയാത്മജ്ഞാനത്തിൽ പെട്ടുപോയി. ഇത് തന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു, അത് നീങ്ങി, ഇപ്പം ഞാൻ തന്നെയായി. അത്രയേ ഉള്ളൂ. അതുണ്ടായി നാലംബനപൂർവകം. അല്ലാതെ ആലംബനപൂർവകം ഉണ്ടാവുന്നതല്ല അമൃതത്വം. മറ്റെന്തെങ്കിലും ആശ്രയിച്ചുണ്ടാവുന്നതല്ല അമൃതത്വം. അമൃതത്വം സ്വതസിദ്ധമാണ്. അത് അവിദ്യാവരണങ്ങളാൽ മറക്കപ്പെട്ട് അറിയാതെ പോയി, ഇപ്പോൾ അറിഞ്ഞു, അത്രയേ ഉള്ളൂ. വിന്ദതേ ഇതി
ആത്മവിജ്ഞാനാപേക്ഷ. അപ്പം പിന്നെ വിദ്യതെന്ന് എന്തിനാ പറയണത്? നേടുന്നു എന്തിനാ പറയണത്? ആത്മവിജ്ഞാനാപേക്ഷം, തിരിച്ചറിവിൻ്റെ അപേക്ഷയിലാണതുള്ളത്. തിരിച്ചറിവിൻ്റെ അപേക്ഷയിലാണ്. ഭാരതപ്രസിദ്ധമായ കഥയുണ്ട്. ഇത് സമീപ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രചരിപ്പിച്ചത് വിവേകാനന്ദ സ്വാമികളാണ്. ആട് ഏകദേശം പ്രസവവേദന കിട്ടി നിൽക്കുന്ന സമയത്താണ് സിംഹം ആക്രമിക്കുന്നത്. ചത്തുപോയി. പക്ഷെ പ്രസവം കഴിഞ്ഞു. ഈ കുട്ടി സിംഹങ്ങളുടെ കൂട്ടത്തിൽ വളർന്നു. സിംഹക്കുട്ടികളുടെ കൂട്ടത്തിൽ തിരിച്ചാണ് ഇപ്പോൾ ഈ പ്രസവം നടന്ന് ആടുകളുടെ കൂട്ടത്തിൽ മറ്റേ വേറെ കഥയാണ്. ഇത് വേറെ കഥ. അങ്ങനെ സിംഹക്കുട്ടി ആട്ടിൻ്റെ കൂട്ടത്തിൽ വളർന്ന് മേന്നും പറഞ്ഞിട്ട് നടക്കുകയാണ്. പച്ച പുല്ലും തിന്ന് മേഞ്ഞ് നടക്കും. കാലം കുറേ കഴിഞ്ഞു. ഒറിജിനൽ സിംഹം ആ വഴിക്ക് വേട്ടയാടാൻ വന്നപ്പോഴാണ് വിലക്ഷണമായ കാഴ്ച. നല്ല ആരോഗ്യമുള്ളൊരു സിംഹം ആടിൻ്റെ കൂട്ടത്തിൽ മേ എന്നും പറഞ്ഞിട്ട് നടക്കുകയാണ്. നല്ല എന്നോട് എനിക്കൊന്ന് ഉപദേശിക്കാനുണ്ട്. പേടിച്ചോടിയത്. നിങ്ങളെ ജാതിക്കാർ ഞങ്ങളെ തിന്നാനാണ് വരുന്നത്. എടോ ഭയപ്പെടല്ലേ, ഞാൻ നിന്നെ തിന്നില്ല, സത്യം പദാമി. അതുകൊണ്ട് ഇരിക്കുക അവിടെ, ഞാൻ ഉപദേശിക്കാം. നീ ആടല്ല, നീ സിംഹമാണ്. എങ്ങനെയാ പ്രത്യേകം ജനിച്ചു? വരൂ, കൊണ്ടുപോയി നിശ്ചലമായി നിൽക്കുന്ന ജലാശയത്തിന് മുകളിൽ നിന്ന് നോക്കാൻ പറഞ്ഞു. നിന്റെ രൂപം എങ്ങനെയുണ്ട്? എൻ്റെ രൂപം എങ്ങനെയുണ്ട്? അതുപോലെ തന്നെയല്ലേ നിന്റെ രൂപം? അതെ അതെ. അപ്പം നീ മനസ്സിലായോ? പകുതി മനസ്സിലായി. എന്നാ ഒന്ന് ഗർജിച്ചു നോക്കൂ. ഇങ്ങനെയാണ് ഗർജിക്കുക. ശബ്ദസ്ഥാനങ്ങളൊക്കെ പഠിപ്പിച്ചു. കണ്ഠം മുതൽ ഓഷ്ടം വരെയുള്ള ശബ്ദസ്ഥാനങ്ങളൊക്കെ പഠിപ്പിച്ചു. ഇനി നോക്കുക. ഉടനെ ഗർജിച്ചു. ഇനി പോര്, ഇനി ആടല്ല. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെ സംഭവം. നമ്മൾ വിഷയാത്മബോധത്തിൽ കിടക്കുക. ഈ വിഷയം തന്നെയാണ് ഞാൻ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ, അവയുടെ സമാഹാരമായിരിക്കുന്ന പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരം, അതുമായി ബന്ധപ്പെട്ടത് ഇത് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അത് അറിയുന്ന ആൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു തന്ന്, കണ്ണാടിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കാണിച്ചു തന്ന് നമ്മുടെ രൂപം ബോധിപ്പിച്ച് ഒന്ന് ഗർജിക്കാനും കൂടി പഠിപ്പിച്ചാൽ പ്രശ്നം കഴിഞ്ഞു. ശരി, അതുവരെ എന്നും പറഞ്ഞിട്ട് നടക്കും. അത്രയേ ഉള്ളൂ. എന്നെ ഒന്നിനും കൊള്ളില്ലേ, ഞാൻ ആണാണേ, ഞാൻ പെണ്ണാണേ, ഞാൻ പാവം ഇല്ലേ, നീ സിംഹമാണ്ടേ. ഇപ്പൊ സ്വയമേവ മൃഗേന്ദ്രത. ഇപ്പൊ സ്വയമേവ മൃഗേന്ദ്രത. ചിന്തിക്കുക. അതിൻ്റെ ഉത്പാദ്യമൊന്നുമല്ല ഇത്. ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി. അറിവ് വന്നപ്പോൾ ഞാൻ തന്നെ. അറിവ് വരുന്നതിന് മുമ്പ് ഞാൻ പലത്. അത്രയേ ഉള്ളൂ. യതിച്ച ആത്മനായവ അമൃതത്വം വിന്ദതേ കിം പുനർവിദ്യയാ ക്രിയതേ. സ്വതവേ തന്നെ അമൃതത്വം ഉണ്ടെങ്കിൽ പിന്നെ വിദ്യ കൊണ്ട് എന്താ ചെയ്യപ്പെടുന്നത്? അത് യതിഹി വിദ്യോത്പാദ്യം അമൃതത്വം. ഈ അമൃതത്വം വിദ്യയാൽ ഉത്പാദിപ്പിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് അനിത്യമാകും. ഏതുപോലെ? കർമ്മോത്പാദ്യം പോലെ. വിദ്യ കൊണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് അമൃതത്വം എങ്കിൽ എന്താവും? ആ അമൃതത്വം നശ്വരമാകും, സംശയമില്ല. കർമ്മോത്പാദ്യം പോലെ. ഉത്പാദ്യമല്ല അമൃതത്വം. അമൃതത്വം സ്വതസിദ്ധമാണ്. അതറിയാതെ പോയി, അറിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓരോരു താതാത്മ്യവും ആലോചിച്ച് നോക്കുക. താതാത്മ്യം കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ്.
ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ്, കഴിഞ്ഞ വർഷം ഒരമ്മ വന്ന് വളരെ സങ്കടം, സ്വാമി ജീവിതം തന്നെ വേണ്ട എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്, ജീവിതം തന്നെ വേണം തോന്നുന്നില്ല. എന്താ കാരണം? മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതാണ്. എത്ര വയസ്സായി അവനൊരു 42, 43 ആയി. അതിനേക്കാൾ എനിക്കുണ്ടമ്മ, എൻ്റെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതൊരു സങ്കടം എനിക്ക്. അയ്യോ, എൻ്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ഉടനെ ഇവർ ചിരിക്കുക. സ്വാമിക്ക് എന്ത് പറഞ്ഞാലും തമാശയാ. നോക്കണേ, എന്തൊരു കഷ്ടം അത് സത്യമാണല്ലോ. അവർ പറഞ്ഞ മകന് 42 വയസ്സായിട്ടും കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ്. എന്തായാലും അതിനേക്കാൾ കുറേ കൂടി വയസ്സുമ്പൊക്കെ ഉണ്ട്. അത് ഇതുവരെ കഴിഞ്ഞില്ല. അതിന് നിങ്ങളോട് ആ ദുഃഖം പറയാൻ വരുന്നത്. എന്തൊരു കഷ്ടം. ഇതുപോലെ തന്നെ വേറെ ഉണ്ടായിട്ടുണ്ട്, ഇത് തന്നെ. പക്ഷെ കുറച്ചൊരു മാറ്റമുണ്ട്. മകന് അവർക്ക് കല്യാണം കഴിഞ്ഞ കുട്ടികളില്ല എന്നാണ്. ആത്മഹത്യ തീരുമാനം. അന്ന് ഞാൻ കുറച്ച് തമാശയൊക്കെ കൂടുതൽ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്തോളൂ, പക്ഷെ അതിന് മുമ്പ് ഇതൊക്കെ എന്നോട് ഊരി തന്നോളൂ പറഞ്ഞു. കുറേ ഉണ്ട് മാല ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് തന്നോളൂ, എന്നിട്ട് ചെയ്തോളൂ. ഇവിടിപ്പോൾ അതൊക്കെ കുറേ ആവശ്യമുണ്ടേ. നിങ്ങൾക്ക് എന്തായാലും ആത്മഹത്യ ചെയ്യാൻ പോകല്ലേ, പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾക്ക് എന്തിനാ മാലയും വളയൊക്കെ വേണോ? എന്തൊരു കഷ്ടമാണ്. താതാത്മ്യം. അയ്യോ, കുട്ടിക്ക് കുട്ടി ഉണ്ടായില്ല. കുട്ടി ഉണ്ടായാലെന്താ, ഇല്ലെങ്കിൽ നിനക്ക് നീ ആയിരിക്കും. ഇതിൽ ദുഃഖിക്കാൻ പോയി ഞാൻ ദുഃഖം ലോകം തീരുന്ന കാലത്തോളം മാറാൻ പോകില്ല. കാരണം വേറൊന്ന് വരും. സ്വാമി എന്നോട് അത് ചെയ്തു എൻ്റെ കുട്ടി, ഒരുവിധം സമാധാനമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുട്ടിയുടെ കുട്ടി അത് ചെയ്തു. എന്ത് ചെയ്യും? എടാ നീയായി നിൽക്കുക. അതാണ് പറയണത്. ഇത് ഒരിക്കലും ഉത്പാദ്യമായിരിക്കുന്നതല്ല ഈ ആനന്ദം. അത് തിരിച്ചറിവ് കൊണ്ടുണ്ടാവുന്നതാ. അല്ല വിഷയാത്മബോധമുള്ള കാലത്തോളം മൃത്യു നിർബന്ധമാണ്. നിർവിഷയാത്മബോധമാണ് മുക്തി. അത് ഉത്പാദ്യമല്ല. എന്താ ചെയ്യുക? അത് സ്വതസിദ്ധമാണ്. അതുകൊണ്ട് ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്നുള്ളത് ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രഹ്മാവ് അല്ല. അത് ശ്രദ്ധിക്കുക. സ്വാഭാവികസ്യ അമൃതത്വസ്യ നിമിത്തം. സ്വാഭാവികമായ അമൃതത്വത്തെ അറിയിക്കുകയാണ്. ആത്മന ഏവ അമൃതത്വം വിന്ദതേ കിം പുനഃ വിദ്യയാ ക്രിയതേ. ഇതാണ് ചോദ്യം. സ്വതവേ തന്നെ ആത്മാവിനാൽ അമൃതത്വം ഉണ്ടെങ്കിൽ പിന്നെ വിദ്യയാൽ എന്താണ് ചെയ്യപ്പെടുന്നത്? മറുപടി, അനാത്മവിജ്ഞാനം നിവർത്തയന്തീസ. അനാത്മവിജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്ന പണിയാണ് മൂപ്പരുടേത്, വിദ്യയുടേത്. ഞാൻ എന്തൊക്കെ അല്ലയോ അതിനെ നിവർത്തിപ്പിക്കുന്നു. ഇതല്ല നീട്ടോ, ഇതല്ല നീ എന്ന് നിവർത്തിപ്പിക്കണം. അങ്ങനെ നിവർത്തിപ്പിക്കാൻ അവിടെ നിവർത്തിപ്പിച്ചാലോ ഞാൻ എന്താണോ അതായിട്ട് ഞാൻ പ്രകാശിക്കും. അതാണ് എന്നെ പിടികിട്ടിയത് പറഞ്ഞു. ഇതിപ്പോൾ പ്രശ്നം എവിടെയാന്ന് ചോദിച്ചാൽ, വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഒക്കെ ഈ വയ്യാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ എടുക്കുമ്പോണ്ട് അവരെടുത്തിട്ട് നമുക്കൊന്ന് ടോയ്ലറ്റ് കൊണ്ടുപോകണം, മൂത്രമൊഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, അതാണ് ഉദ്ദേശ്യം. അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകണം. സ്വാമി എന്നെ ഒന്ന് രക്ഷിക്കൂ, എന്നെ എടുക്കൂ, ഞാൻ എടുക്കാം, വൻ പിടിവിടുവോ അഴിയുമെന്ന്. ഇതാണ് പ്രശ്നം, വലിയ പ്രശ്നമാണ്. സ്വാമി എന്നെ ഒന്ന് രക്ഷിക്കണം, ഒന്ന് എടുത്ത് കൊണ്ടുപോകണോ, ഞാൻ എടുക്കാമേ, എടുത്താൽ ഇത് വിടണ്ടേ, ഇത് ഉള്ള ശക്തി മുഴുവൻ കൊടുത്തിട്ട് അഴിയുമ്പോൾ പിടിക്കും. ശ്രദ്ധിച്ചില്ല? രോഗികളെ പരിപാലിക്കുന്നവർക്കറിയാം. അതൊക്കെ പരിപാലിച്ചാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. എന്ത്
അതെ, ഈ പറഞ്ഞ താതാത്മ്യം, ഈ താതാത്മ്യം വിടാൻ തയ്യാറില്ല. ഇത് വിട്ടാലല്ലേ മൃത്യുവിൽ രക്ഷപ്പെടാൻ പറ്റൂ. ഞാൻ അമൃതനാണെന്ന് അറിയണ്ടേ, താതാത്മ്യം വിടണ്ടേ. വിട്ടിട്ട് ഇറങ്ങാൻ തയ്യാറില്ല. എങ്ങനെ നീന്തൽ പഠിക്കുക? ഒരു സ്വാമി ഒക്കെ പറഞ്ഞു തന്നുള്ളൂ, തിയറിയൊക്കെ പറഞ്ഞു തന്നുള്ളൂ, ഞാൻ നീന്തൽ നല്ല പോലെ ഞാൻ പഠിച്ചോളാം, വെള്ളത്തിൽ ഇറങ്ങാൻ മാത്രം പറഞ്ഞു. നീ നീന്തൽ പഠിക്കണ്ട, പ്രശ്നം ഇത് വിടണ്ടേ. അപ്പം മനസ്സിലാവും എന്ത്, ഈ വിദ്യ സ്വരൂപഭൂതമായ അമൃതത്വം ബോധിപ്പിക്കപ്പെടുന്നു, ഉത്പാദ്യമല്ല. അല്ലാത്ത കാലത്തോളം മൃത്യു, മരണം ഉറപ്പാണ്. കാരണം വിഷയാത്മബോധമാണ്, വിഷയം തന്നെ ഞാൻ. അനാത്മവിജ്ഞാനം നിവർത്തയന്തി സാ തന്നിവൃത്തിയ സ്വാഭാവികസ്യ അമൃതത്വസ്യ നിമിത്തം. അങ്ങനെ അവിദ്യാകൃതമായിരിക്കുന്ന ഉപാധികളിലുള്ള ഞാൻ എന്ന ദൃഷ്ടിയെ നിവർത്തിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വതസിദ്ധമായ സ്വരൂപം ബോധിക്കുന്നു, അറിയുന്നു. യത ആഹ വീര്യം വിദ്യയാ വിന്ദതേ. നമ്മുടെ ഭാഷ്യകാരൻ കുറച്ചൊന്ന് നമ്മൾ ആദ്യം പറഞ്ഞ അർത്ഥം ഓർമ്മിക്കണേ. നമ്മൾ ആദ്യം പറഞ്ഞ അർത്ഥം ഓർമ്മിക്കണം. അതിന് തീർത്തും മാറിയിട്ടാ ഭാഷ്യം. എന്താ നേരത്തെ പറഞ്ഞത്? ആത്മനാ വിന്ദതേ അമൃതം എന്ന് പറഞ്ഞിട്ടില്ല, ആത്മനാ വിന്ദതേ വീര്യം എന്നാ പറഞ്ഞേ, ഓർമ്മയില്ലേ? എന്നാ ഭാഷ്യക്കാരൻ ഇവിടെ എന്താ പറഞ്ഞത്? ആത്മനാ വിന്ദതേ അമൃതം എന്നാണ്, വിദ്യയാ വിന്ദതേ വീര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അത് വാക്യഭാഷ്യത്തിലേ ഉള്ളൂ കേട്ടോ, പദഭാഷ്യത്തിലില്ല. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ മനസ്സിലായിക്കോളൂ. ഇത് വേണ്ടാന്നല്ല, ഇത് തെറ്റാന്നല്ല പറഞ്ഞത്, ഇത് ശരി തന്നെ. പദഭാഷ്യത്തിൽ അങ്ങനെ തന്നെയാണ്. വീര്യം വിദ്യയാ വിന്ദതേ, വിദ്യ കൊണ്ട് വീര്യം, ഈ പറഞ്ഞ ആത്മാ അമൃതത്വത്തിനുള്ളതായ വീര്യം വിദ്യ കൊണ്ട് ലഭിക്കുന്നു. വീര്യം സാമർഥ്യം അനാത്മധ്യാരോപമായ സ്വാന്തധ്വാന്ത അനഭിഭാവ്യ ലക്ഷണം ബലം വിദ്യയാ വിന്ദതേ. വിദ്യ കൊണ്ട് വിദ്യയാ വിന്ദതേ അമൃതം എന്നാണ് മൂലം. ഭാഷ്യകാരൻ എന്ത് ചെയ്തു? അവിടുത്തെ വീര്യം അങ്ങോട്ട് എടുത്തു, ഇവിടുത്തെ അമൃതം അങ്ങോട്ടും കൊടുത്തു. വിദ്യ കൊണ്ട് വീര്യം നേടുന്നു എന്നാണ്. വീര്യം സാമർഥ്യം, വീര്യം സാമർഥ്യം അനാത്മധ്യാരോപ മായാ സ്വാന്തധ്വാന്ത അനഭിഭാവ്യ ലക്ഷണം. വായിച്ചില്ലല്ലോ ഇല്ലേ? എവിടുന്ന് വായിച്ചു? യതി അല്ലേ? അവിടെ യതിച്ച ആത്മന ഏവ അമൃതത്വം വിന്ദതേ കിം പുനഃ വിദ്യയാ ക്രിയതേ ഇത്യുച്യതേ. അനാത്മവിജ്ഞാനം നിവർത്തയന്തി സാ തന്നിവൃത്യ സ്വാഭാവികസ്യ അമൃതത്വസ്യ നിമിത്തം ഇതി കൽപ്യതേ. യതഃ ആഹ വീര്യം വിദ്യയാ വിന്ദതേ. വീര്യം സാമർഥ്യം അനാത്മധ്യാരോപമായ സ്വാന്തധ്വാന്താനവിഭാവ്യ ലക്ഷണം. അത് തന്നെ. ബലം വിദ്യയാ വിന്ദതേ. തച്ച് കിം വിശിഷ്ടം? അമൃതം അവിനാശി അവിദ്യാജം ഹി വീര്യം വിനാശി. വിദ്യയാ അവിദ്യായാഹ ബാധ്യത്വാത് നതു വിദ്യായാഹ ബാധകഃ
അസ്തി വിദ്യാജം അമൃതത്വം അമൃതം കുഴപ്പമില്ല വീര്യം അതഃ വിദ്യാമൃതത്വേ നിമിത്തമാത്രം ഭവതി ന്യായമാത്മാ ബലഹീനേന ലഭ്യഃ ഇതി ച ആധർവണേ ലോകേപി വിദ്യാജമേവ ബലം അഭിഭവതി ന ശരീരാദി സാമർഥ്യം യഥാ ഹസ്ത്യാദേഹ. വിദ്യയാ വിന്ദതേ വീര്യം വീര്യം വിദ്യയാ വിന്ദത വിദ്യയാ വിന്ദത അമൃതനാട്ടോ മൂലത്തിലെ ക്രമം അതൊന്ന് അങ്ങോട്ട് മാറ്റി ഭാഷ്യക്കാരൻ. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഭാഷയാണല്ലോ. ഭാഷയായപ്പോൾ അവിടെ ആത്മനാ വിന്ദതേ വീര്യം എന്നുള്ളതിന് ആത്മനാ വിന്ദതേ അമൃതം, അമൃതം കൃതകമല്ല, സ്വതവേ ഉള്ളതാണ്, അമൃതത്വം സ്വതവേ ഉള്ളതാണ് എന്ന് കാണിക്കാൻ അങ്ങനെ എടുത്തു. ആ ആത്മജ്ഞാനത്തിനുള്ളതായ വീര്യം വിദ്യ കൊണ്ട് നേടുന്നൊന്നുമായി. വിരോധമില്ല, നല്ലത് തന്നെ. വീര്യം സാമർഥ്യം, വീര്യം സാമർഥ്യമാണ്. അനാത്മധ്യാരോപമായാസ്വാന്തധ്വാന്ത അനഭിഭാവ്യ ലക്ഷണമാണ്. അത് വലിയ വാക്യമാണ് അല്ലേ. അനാത്മാവിൻ്റെ അതെങ്ങനെ അവിദ്യ കൊണ്ട്, അവിദ്യ കൊണ്ട് അനാത്മാവിൻ്റെ അധ്യാരോപമാകുന്ന, ആത്മാവിനെ അറിയാത്തത് കൊണ്ട് അനാത്മവസ്തുക്കളെ ആത്മാവാണെന്ന് അധ്യാരോപം ചെയ്തു. ഞാൻ ശരീരമാണ്, ഞാൻ പ്രാണനാണ്, ഞാൻ മനസ്സാണെന്ന് ഇത്യാദി. ആ അധ്യാരോപത്തെ അധ്യാരോപമാകുന്ന, അനാത്മധ്യാരോപമാകുന്ന മായ അവിദ്യ, ആ അവിദ്യയാൽ ബാധിക്കപ്പെട്ട സ്വാന്തം അന്ധകരണം, ആ അന്ധകരണത്തെ ധ്വാന്ത കഴുകിക്കളയുന്നതിനാൽ അല്ലെങ്കിൽ അതിനാൽ തമോഗ്രസ്തമായതിനാൽ അനഭിഭാവ്യമാകുന്ന ലക്ഷണത്തോടു കൂടിയത്, ഒരിക്കലും അതിനാൽ ബാധിക്കപ്പെടാത്തത്. അത്തരം നോക്കൂ, അനാത്മ അധ്യാരോപമായ സ്വാന്തധ്വാന്തത്താൽ അനഭിഭാവ്യമായത്, അഭിഭാവ്യമല്ല അനഭിഭാവ്യം, അഭിഭവം ചെയ്യാൻ കഴിയാത്തത്. ഈ പറഞ്ഞ ഒരിക്കലും അനാത്മാവായിരിക്കുന്ന ഉപാധികളുടെ അധ്യാരോപമായിരിക്കുന്ന മായയാൽ ബാധിക്കപ്പെട്ട അന്ധകരണത്താൽ അഭിഭവം ചെയ്യപ്പെടാൻ കഴിയാത്ത എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്ന ഉറച്ച ബോധത്തെ നൽകുന്ന വീര്യം. ദ്വാന്തം അഭിഭവം ചെയ്യുക, പരാഭവം ചെയ്യപ്പെടുക, കീഴ്പ്പെടുത്തപ്പെടുക. ഇരുട്ടല്ലേ അല്ലേ? ഇരുട്ടാണ്. അതായത് അതിനാൽ ബാധിക്കപ്പെട്ടിട്ടുള്ളതായ തിരിച്ചറിവില്ലായ്മ, അതെടുത്താൽ മതി. ഇവിടെ ഇരുട്ട് എന്നാണ് പദാർത്ഥം, പക്ഷെ ഇവിടെ നമ്മൾ ആ തിരിച്ചറിവില്ലായ്മ, ആ തിരിച്ചറിവില്ലായ്മയാൽ ബാധിക്കപ്പെടാത്ത, ഒരിക്കലും കീഴ്പ്പെടുത്തപ്പെടാത്ത ആത്മബോധം, വീര്യം, സ്വാന്തകരണം. കുറച്ച് വളഞ്ഞ വാക്കാ, ഇങ്ങനെ കുറേ ഉണ്ട് ഇതിൽ വാക്യഭാഷ്യത്തിൽ. അങ്ങനെയുള്ളതായ ബലം ഒരിക്കലും ഈ പറഞ്ഞ അവിദ്യാധ്യാരോപകൽപ്പന കൊണ്ട് ബാധിക്കപ്പെടാത്ത വീര്യം വിദ്യ കൊണ്ട് ലഭിക്കുന്നു. വിദ്യ കൊണ്ട് ലഭിക്കുന്ന വീര്യം പോവില്ല. തച്ച കിം വിശിഷ്ടം, അത് എങ്ങനെയുള്ളതാണ് ആ വീര്യം? അമൃതത്വം, അവിനാശി, ഒരിക്കലും നശിക്കാത്ത വീര്യമാണത്.
അവിദ്യാജം ഹി വീര്യം വിനാശി. അവിദ്യയിൽ നിന്ന് വീര്യം ജനിക്കില്ലേ? അവിദ്യയിൽ നിന്ന് ജനിക്കുന്ന വീര്യം വിനാശിയാണ്, നശിക്കുന്നതാണ്. എന്നാൽ വിദ്യയാ അവിദ്യായ ബാധ്യത്വാത്, വിദ്യ കൊണ്ട് അവിദ്യ ബാധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അവിദ്യയാൽ ജനിപ്പിക്കപ്പെടുന്ന വീര്യം നശിക്കുന്നതാണ്. നതു വിദ്യായ ബാധക അസ്തി, വിദ്യയെ നശിപ്പിക്കുന്ന ഒന്നുമില്ല. വെളിച്ചം വരുന്ന മാത്രയിൽ ഇരുട്ടില്ല. വെളിച്ചമുള്ളപ്പോൾ അതിനെ കീഴടക്കാൻ ഇരുട്ടിന് കഴിയോ? ഇല്ല. ഇരുട്ട് വരികയാണ്, വെളിച്ചത്തെ നിന്നെ ഞാനൊന്ന് കാണിച്ചു തരാം, സാധിക്കുമോ? സാധിക്കില്ല. തിരിച്ചാവാം. നതു വിദ്യായ ബാധക സ്ഥിതി വിദ്യാജം അമൃതം വീര്യം, അത് ആ വീര്യം അമൃതമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. അതഃ വിദ്യാമൃതത്വേ നിമിത്തമാത്രം ഭവതി, വിദ്യ അമൃതത്വപ്രാപ്തിക്ക് നിമിത്തമാണ്, തിരിച്ചറിവ് നൽകുന്നതിലൂടെ നിമിത്തമാണ്. നായമാത്മാ ബലഹീനേന ലഭ്യഃ ഇതി ചാധർവണേ, അധർവണത്തിൽ, അതായത് ഇവിടെ മുണ്ടകോപനിഷത്താണ്. നായമാത്മാ ബലഹീനേന ലഭ്യ, ബലഹീനനാൽ ആത്മാവ് ലഭിക്കപ്പെടുന്നതല്ല. അപ്പം ആത്മലാഭത്തിന് എന്ത് വേണം? വീര്യം വേണം. ആ വീര്യം എവിടുന്ന് കിട്ടും? വിദ്യ കൊണ്ട് കിട്ടും. ആ വീര്യം കൊണ്ട് എന്ത് ചെയ്യാം? സ്വതസിദ്ധമായ അമൃതത്വത്തെ പ്രകാശിപ്പിക്കാം. അതാണ്. ലോകേപി, ലോകത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് പറയണത്. വിദ്യാജമേവ ബലം അഭിഭവതി ന ശരീരാദി സാമർഥ്യം, ശരീരാദി ബലമല്ല വലുത്, അറിവിൻ്റെ ബലം തന്നെയാണ് ലോകത്തിലും വലുത്. ലോകത്തിലും ശരീരാദി ബലമല്ല വലുത്, അറിവിൻ്റെ ബലമാണ് വലുത്. ശരീരാദി ബലം വേണ്ട എന്നല്ല പറഞ്ഞത്. ഇവിടെ ഉദാഹരണം പറയാണ്, യഥാഹസ്തി ആദേഹേ, ആന തുടങ്ങിയവയുടേത്. ആനയുടെ ബലം എത്രയാ? എത്ര ആനയുടെ ശക്തി? എന്നാൽ ചെറിയൊരു കുഞ്ഞ് ചെറിയൊരു വടി എടുത്ത് നടക്കുമ്പോഴത്തേക്ക് ആന പേടിച്ച് അതിൻ്റെ പിന്നാലെ നടക്കും. അപ്പം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട്, ജ്ഞാനം കൊണ്ട് ആനയുടെ ശരീരബലത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്നു. അവിടെ ആനയുടെ ശക്തിയാണോ നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയാണോ? ബുദ്ധിശക്തി. ലോകത്തിലും അങ്ങനെ തന്നെയാണ്. ഹസ്തിയാദേഹം. അഥവാ പ്രതിബോധവിദിതം മതമിതി സകൃദേവ അശേഷ വിപരീത നിരസ്ത സംസ്കാരേണ സ്വപ്നപ്രതിബോധവത് യദ്വിദിതം തദേവ മതം ജ്ഞാതം ഭവതീതി. അഥവാ ഗുരുപദേശഃ പ്രതിബോധഃ തേരവാ വിദിതം മതമിതി. ഉഭയത്ര പ്രതിബോധശബ്ദപ്രയോഗഃ അസ്തി സുപ്തപ്രതിബുദ്ധഃ ഗുരുണാ പ്രതിബോധിതഃ ഇതി പൂർവം തു യഥാർത്ഥം. അഥവാ പ്രതിബോധവിദിതം മതമിതി സകൃദേവ അശേഷ വിപരീത നിരസ്ത സംസ്കാരേണ സ്വപ്നപ്രതിബോധവത് യത് വിദിതം തദേവ മതം ജ്ഞാതം ഭവതീതി. ഇപ്പോൾ വേറൊരർത്ഥം പറയുകയാണ്. ഇപ്പോൾ പ്രതിബോധവിദിതത്തിന് നമ്മൾ ഇത്രയും വിശദമായി പഠിച്ചത് തന്നെയാണ് വേണ്ടത്, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ വേറൊരർത്ഥം ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നു. ഒരാൾ ഉറക്കത്തുനിന്ന് ഉണരുകയാണ്. എങ്ങനെയാണ് ഉണരുന്നത്? അപ്പം ഇതൊക്കെ ഞാൻ ഉണരാൻ പോകുന്നേ, ഉണരാൻ പോകുന്നു, അങ്ങനെയാണോ? ഒറ്റ ഉണരലാണ്. അങ്ങനെയാണ് ഉണരുക എന്ന് പറഞ്ഞ പ്രക്രിയ, ഒറ്റ പ്രക്രിയ. അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുക തുടങ്ങിയതിനൊക്കെ താമസം ഉണ്ടാവും. ചിലർ ഉണർന്നു കഴിഞ്ഞാൽ ചാടി എണീക്കും, അത് പാടില്ല, അത് നല്ലതല്ല. പതുക്കെ എഴുന്നേൽക്കാൻ പാടുള്ളൂ. എങ്കിലും ഉണരൽ എന്നുള്ളത് അത് പെട്ടെന്ന് തന്നെയാണ് ഉണരൽ, എത്ര ഉറക്കമായാലും. അത് ഉണരലിൽ നിന്ന്, ഉറങ്ങലിൽ നിന്ന് ഉണരൽ എത്ര പ്രാവശ്യമാണ്? ഒറ്റ പ്രാവശ്യമാണ്. ഇല്ല സ്വാമി, ഞാൻ 2-3 പ്രാവശ്യം ഉണർന്നാലാ ഉണരുക. ഇടയെ അത് വീണ്ടും ഉറങ്ങിയിട്ടാണ്. ചിലത് പറയും അതില്ല, ഞാൻ 2-3 പ്രാവശ്യം ഉണർന്നാലേ ഉണരുള്ളൂ. അത് ശരിയല്ല, അത് വീണ്ടും ഉറങ്ങിയിട്ടാണ്. ഒരു ഉറക്കത്തിൽ നിന്നുള്ള ഉണർവ് എത്ര പ്രാവശ്യമാണ്? ഒറ്റ പ്രാവശ്യം.
അത് നിങ്ങൾ വെറും വയറ്റിൽ എത്ര ദോശ കഴിക്കുന്നു ചോദിച്ച പോലെയാ. വെറും വയറ്റിൽ എത്ര ദോശ കഴിക്കും ഒരാൾ രാവിലെ? ഒരു കഷ്ണം, അത്രയേ ഉള്ളൂ. ചെറിയൊരു കഷ്ണം കഴിച്ചപ്പോഴത്തേക്ക് വെറും വയറ് അല്ലാതായില്ലേ. പക്ഷെ പലരും കേമത്തം പറയാൻ വേണ്ടി പറയും, ഞാൻ രാവിലെ വെറും വയറ്റിൽ ഒരു 20 ദോശയൊക്കെ കഴിക്കുന്നു. എന്ത് പോട്ടെ, അതൊക്കെ വേറെ, അത് വേറെ. അതുപോലെയാണിത്. ഒറ്റ ഉണരലേ ഉള്ളൂ. ഇതുപോലെ അനാദ്യ അവിദ്യാനിദ്രയിൽ നിന്ന് ഒറ്റ ഉണരൽ, ആ ജ്ഞാനമാണ് ജ്ഞാനം. സകൃദ് വിഭാതം, ഒറ്റ വെളിച്ചം. അങ്ങനെയും ചിലർ വ്യാഖ്യാനിക്കും, അത് ശരി തന്നെ. സകൃദേവ, അശേഷ വിപരീത നിരസ്ത സംസ്കാരം ഉണ്ടായി. ഒരൊറ്റ പ്രകാശം ഉള്ളിൽ വന്നപ്പോൾ അതുവരെ ജന്മജന്മാന്തരങ്ങളായി കൂട്ടിവെച്ചിരുന്ന മുഴുവൻ സംസ്കാരങ്ങളും വിപരീത വാസനകളും അപ്പം തന്നെ ഭസ്മായി. ഇനി അയാൾക്ക് അജ്ഞാനം ഉണ്ടാവാൻ വയ്യ, ഇനി വിപരീത വൃത്തി ഉണ്ടാവാൻ വയ്യ. അതാണ് മതം എന്നൊരഭിപ്രായം. മൂന്നാമത് അഥവാ ഗുരുപദേശ പ്രതിബോധ തേനവ വിദിതം മതം ഇതി ഉഭയത്ര പ്രതിബോധശബ്ദപ്രയോഗ അസ്തി. സുപ്തപ്രതിബുദ്ധഃ ഗുരുണാ പ്രതിബോധിതഃ ഇതി പൂർവം തു യഥാർത്ഥം. ഇനി വേറൊരർത്ഥം പറയാണ്. പ്രതിബോധം എന്ന് പറഞ്ഞാൽ ഗുരുവിനാൽ ഉണർത്തപ്പെട്ടു, ഗുരുണാ പ്രതിബുദ്ധ, അങ്ങനെയും പറയാം. അങ്ങനെ ഗുരു ഉപദേശം നൽകി, ആ ഉപദേശ ശ്രവണത്താൽ ഉണർത്തപ്പെട്ടു, ഗുരുവിനാൽ ഉണർത്തപ്പെട്ടു. അങ്ങനെ ഗുരുവിനാൽ ഉണർത്തപ്പെട്ടതാണ് പ്രതിബോധവിദിതം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞു. ഗുരുവിനാൽ ഉണർത്തപ്പെട്ട് അറിഞ്ഞപ്പോൾ അറിഞ്ഞു, അതാണ് അറിവ്. അങ്ങനെയും പറയാം, അതാണ് മതം. രണ്ടായാലും കൊള്ളാം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഉറക്കത്തിൽ നിന്നുണർന്നു പ്രതിബോധ, പിന്നെ സുപ്തപ്രതിബുദ്ധ, ഉറങ്ങിയിട്ടുണർന്നവൻ, പിന്നെയോ ഗുരുണാ പ്രതിബുദ്ധ, ഗുരുവിനാൽ ഉണർത്തപ്പെട്ടവൻ എന്നൊക്കെ ലോകത്തിൽ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, ഇഷ്ടം പോലെ എടുത്തോളൂ എന്ന് പറയാം. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞതിൽ തന്നെ പിടിക്കുക. ഏതാണ്? ബോധം പ്രതി ബൗദ്ധപ്രത്യയങ്ങളുടെ മൂലം തേടി അതിൻ്റെ സ്വരൂപം തേടിയുള്ള അന്വേഷണവും കണ്ടെത്തലും, അതാണ് പ്രതിബോധ വിദിതം മതം. ഇങ്ങനെയും പറയാം. ഗുരുവിനാൽ നൽകപ്പെടുന്ന അറിവേ അറിവാവുള്ളൂ. അനാദ്യ അവിദ്യാനിദ്രയിൽ ഒരൊറ്റ ഉണരൽ, അതാണ് വേണ്ടത് എന്നൊക്കെ. പൂർവം തു യഥാർത്ഥം, ബാക്കിയുള്ളതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ. ഗുരു വിവേകാനന്ദ സ്വാമികൾ ആ അവസ്ഥയിലേക്ക് എത്തുന്നത് ഗുരുവിൻ്റെ സ്പർശത്താലാണെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ, അത് ഇതാണോ? അല്ല. അവിടെ ഗുരുവിൻ്റെ സ്പർശത്താൽ നരേന്ദ്രൻ ആത്മവിജ്ഞാനത്തിലേക്ക് ഉയർന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ, എന്താണ് എൻ്റെ യുക്തി എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് നരേന്ദ്രനുണ്ടായത് ഭ്രാന്തിയാണ്. അയ്യോ, എനിക്ക് അമ്മയും അച്ഛനൊക്കെ ഉണ്ട്, എന്താ നിങ്ങൾ ചെയ്യണത്? ആനന്ദം ഉണ്ടായിട്ടില്ല. എന്നാൽ ആനന്ദത്തിലേക്കുള്ളൊരു എത്തിനോട്ടം ലഭിച്ചു. ഈ കാണുന്ന ദൃശ്യജാലങ്ങളൊന്നും അല്ല സത്യം, ഇതിനപ്പുറത്ത് എന്തൊക്കെയോ ചിലതുണ്ട് എന്നുള്ളൊരു ബോധം. 2, അതാണ് 1. നരേന്ദ്രനെ സംബന്ധിച്ച് ആരുടെ മുമ്പിലും കീഴ്പ്പെടാത്ത വ്യക്തിത്വമാണ്. ആരുടെ മുമ്പിലും കീഴ്പ്പെടില്ല എന്നത് പരമഹംസരുടെ മുമ്പിൽ എല്ലാം പോയി. അത് തുടർന്നുള്ള അന്വേഷണത്തിന്, സാധനയ്ക്ക് പ്രേരകമായി. അന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, ഇനി ഈ ചങ്ങാതിയുടെ അടുത്ത് ഞാൻ പോവില്ല, ഈ കളവൻ്റെ അടുത്തേക്ക് ഇനി ഞാൻ പോവില്ല. അത്ര കളവെന്നൊന്നും പറയാനില്ല, ഉണ്ടോ?
പക്ഷെ ആ പ്രായത്തിൽ അങ്ങനെയാണ് തോന്നുക. നരേന്ദ്രൻ്റെ പ്രായത്തിൽ നമ്മളൊക്കെ ഒരു 10-15 വയസ്സായപ്പോൾ നമ്മളോട് എത്ര വയസ്സാവും എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഒരു 40 കഴിഞ്ഞാൽ വൃദ്ധനായി എന്നാണ് നമ്മൾ വിചാരിച്ചു ഇല്ലേ? അപ്പോൾ അവനവനൊരു 30 എത്തുമ്പോഴത്തേക്കോ ഒരു 60 ആയാൽ വൃദ്ധനായി. നമ്മളൊരു 50 എത്തുമ്പോഴത്തേക്കോ ഒരു 80 ആയാൽ വൃദ്ധനായി എന്നാ. ഒരു 70 നമ്മൾ എത്തുമ്പോഴോ ഒരു 100 ആയാൽ വൃദ്ധനായി എന്ന് പറയാട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കിളവെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ശ്രീരാമകൃഷ്ണദേവൻ അത്ര കിളവനൊന്നും ആയിരുന്നില്ല. ആണോ? ആകെ ശരീരം 50 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. 1836 മുതൽ 1886 വരെ. ഇത്രയേ ഉള്ളൂ. ആകെ 50 വർഷമേ ഉള്ളൂ. അതിൻ്റെയും ഒരു 7-8 വർഷം മുമ്പാപ്പത്. അത്ര കളവനൊന്നും അല്ല. എന്നാലും അങ്ങനെയാണ് നരേന്ദ്രന് തോന്നിയത്. ഇനി മേലിൽ ഈ കളവൻ്റെ അടുത്തേക്ക് ഞാൻ വരില്ല. കാരണം അയാളെന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. നിശ്ചയിച്ചു ഇനി പോവില്ല. പക്ഷേ അടുത്ത ശനിയാഴ്ച ആയപ്പോൾ അറിയാതെ ഒരു ബാഗ് കൊടുത്ത് പുറപ്പെട്ടു. അപ്പോൾ പരമേശ്വരൻ ഇങ്ങനെ നോക്കി നിൽക്കുക അസ്വസ്ഥനായിട്ട്. വാതിലിൻ്റെ അടുത്തേക്ക് പോവുക, നോക്കുക, പിന്നെയും കട്ടിലിൽ പോയിരിക്കുക, പിന്നെയും വാതിലിൻ്റെ അടുത്തേക്ക് പോവുക. അപ്പം അവൻ വന്നു. വരാതെ എവിടെ പോകാന്? ഭാരതത്തിൻ്റെ ഈ പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാവണ്ടേ? ആ നരേന്ദ്രൻ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഭാരതം എന്താ? ഈ നരേന്ദ്രൻ ഇതൊക്കെ നേരെയാക്കട്ടെ എന്ന് വിചാരിക്കുക. അല്ലേ? അല്ലാണ്ട് ഇപ്പം എന്താ പറയുക? അത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെയായിരുന്നു? നമ്മളിപ്പോൾ സംസാരിക്കണ പോലെ തന്നെ. അല്ലാണ്ടെന്താ? കാളിയായിട്ട് സംസാരിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സംസാരിക്കണം എങ്ങനെ അതുപോലെ കാളിയായിട്ട് സംസാരിക്കും. എന്താ കുഴപ്പം? അതുകൊണ്ട് ലോകരെന്ത് വിളിച്ചു? ഭ്രാന്തൻ. ശ്രീരാമകൃഷ്ണദേവനെ ലോകരെന്താ വിളിച്ചത്? ഭ്രാന്തൻ. ശ്രീരാമകൃഷ്ണൻ ആരായിരുന്നു? ഭ്രാന്തനായിരുന്നു. അല്ലാണ്ടെന്താ? ലോകദൃഷ്ടിയ ഭ്രാന്തനാണ്. ലോകദൃഷ്ടിയ ശ്രീരാമകൃഷ്ണദേവൻ ഭ്രാന്തൻ തന്നെയാണ്. നമ്മൾ പരസ്പരം സംസാരിക്കണ പോലെ ദേവിയോട് സംസാരിച്ചിരുന്നു. എല്ലാ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുകയായിരുന്നു. ചിന്തിക്കുക. ആശ്രയത്വമായി എടുത്തോന്ന് ചോദിച്ചാൽ എല്ലാ ഭാവങ്ങളും ആശ്രയമുള്ള സമയമുണ്ട്, ആശ്രയം ഇല്ലാത്ത സമയമുണ്ട്. എല്ലാത്തിലും കാണിച്ചിട്ടുണ്ട്. ആശ്രയം ഇല്ലയെന്ന് പറഞ്ഞൂടാ. ചിലപ്പോൾ കുട്ടിയാവുമ്പോൾ തനി കുട്ടിയാവും. അപ്പോൾ കുട്ടി എങ്ങനെയാണോ അമ്മയെ ആശ്രയിക്കണം അതുപോലെ ആശ്രയിക്കും. ഇടയ്ക്ക് നേരെ ഭിന്നമായൊരു ഭാവത്തിലായിരിക്കും. ഇതൊന്നും നമുക്ക് ഈ എഴുതി വെക്കുന്ന രീതിയിൽ നാല് വര വരച്ചിട്ട് അതിനുള്ളിൽ ഒതുക്കാൻ കഴിയില്ല. അതിപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ? ഒരിക്കൽ ശ്രീരാമകൃഷ്ണദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രസഗുള കൊണ്ടുകൊടുത്തു ഒരു ഭക്തൻ. ഏറ്റവും ഇഷ്ടമാണ് രസഗുള. അപ്പോഴാണ് ഒരു കുട്ടീനെയും കൊണ്ടൊരാൾ വരുന്നത്. ഉടനെ വസ്ത്രം കൊണ്ട് മറച്ചു വെച്ചു രസഗുള. ആ കുട്ടി പോയിട്ടാ പിന്നെ ഈ വസ്ത്രം എടുത്ത്. എത്ര കഷ്ടപ്പെട്ടുണ്ടാവും പാവം എന്ന് ആലോചിച്ച് നോക്കും. എത്ര കഷ്ടപ്പെട്ടുണ്ടാവും. പിന്നെ അവന് പങ്കുവെച്ചാൽ എനിക്കുള്ള കുറഞ്ഞു പോയില്ലേ? അതൊക്കെ ഏതാ തലം എന്ന് ആലോചിച്ച് നോക്കും. അതൊന്നും സാമാന്യ തലമല്ല. അപ്പം ആശ്രയിക്കുകയും ചെയ്യും, അനാശ്രയിക്കുകയും ചെയ്യും.
വഴക്ക് പറയുകയും ചെയ്യും, തള്ളിക്കളയുകയും ചെയ്യും. അതിപ്പം നോക്കൂ, അതൊന്നും ഈ പുറമേന്ന് നമുക്ക് 4 വരേൻ്റെ ഉള്ളിൽ ഇതൊന്നും ഒതുക്കാൻ കഴിയില്ല. വേദാന്ത കേസരി എന്ന് പറയപ്പെട്ട ആളാണ് വിവേകാനന്ദ സ്വാമി. ദി ലയൺ ഓഫ് വേദാന്ത, ദി ലയൺ ഓഫ് വേദാന്ത, അങ്ങനെ അറിയപ്പെട്ടത്. വേദാന്ത കേസരി. കുറേ പൈസയൊക്കെ പിരിച്ചു, എത്ര കൊടുത്താലും തൃപ്തിയാവില്ല, പിന്നെയും ചോദിക്കും. അങ്ങനെ പണം പിരിച്ച് കൊണ്ടുവന്നു. രാമകൃഷ്ണ പ്രസ്ഥാനം കെട്ടിപ്പടുത്തു. അതിൻ്റെ കേന്ദ്രസ്ഥാനമായി ബേലൂർ മഠം, അവിടെ പ്രതിഷ്ഠാ സന്ദർഭം വന്നു. ശ്രീരാമകൃഷ്ണദേവൻ്റെ ശരീരാവശിഷ്ടങ്ങൾ, ചിതയിൽ നിന്നെടുത്തിട്ടുള്ള ചില അസ്ഥി കഷ്ണങ്ങൾ, ഇതൊക്കെയാണ്. അത് കുംഭത്തിലാക്കി കുടത്തിലാക്കി വരുന്ന വിവേകാനന്ദ സ്വാമിയുടെ രൂപമുണ്ട്. ആ ചിത്രം നമ്മളൊന്ന് കാണേണ്ടതാണ്. ആരാ വരുന്നത്? വേദാന്ത കേസരിയാ. ഒരു കേസരിയില്ല, ഒരു കേസരിയില്ല. പിന്നെയോ ധാരധാരയായി കണ്ണീർ വാർത്ത് ആ കണ്ണുനീര് നെഞ്ചിലൂടെ വയറിലൂടെ ഇറങ്ങി മദ്യലഹരിയിൽ ആടി ഒലഞ്ഞെന്നതുപോലെ അങ്ങനെ വരിക, തലയിൽ കലശകുംഭം എടുത്തിട്ട്. അതിൽ ഗുരുനാഥൻ്റെ ഈ ശരീരാവശിഷ്ടങ്ങളാണ്. തനി ഭ്രാന്തൻ. അതാണ് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത്. ചിന്തിക്കുക. കാലം കഴിഞ്ഞു. വിവേകാനന്ദ സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഹിമാലയത്തിൽ പിത്തോഗർ പ്രദേശം. അവിടെ അൽമോറയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. സ്വാമിജി വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്, നിർമ്മാണ പുരോഗതിയൊക്കെ സ്വാമിജി അന്വേഷിക്കാറുണ്ട്, പക്ഷെ പോയിട്ടില്ല. ഉദ്ഘാടന ദിവസം സ്വാമിജി പോവുകയാണ്, ഉദ്ഘാടന ദിവസം. അപ്പോൾ സ്വാമിജി എന്ന് പറഞ്ഞാൽ, ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ അത് 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 അപാരമായ ഗുരുഭക്തിയാണ്. നേരത്തെ പറഞ്ഞില്ലേ ആ ചിത്രം. അപ്പോൾ എവരെന്ത് ചെയ്തു? സ്വാമിജി പ്രവേശിക്കുന്നിടത്ത് തന്നെ മനോഹരമായ ശ്രീരാമകൃഷ്ണദേവൻ്റെ വലിയൊരു ചിത്രം വെച്ചു, മാലയൊക്കെ ഇട്ടിട്ട്. സ്വാമിജി കയറിയില്ല. ഈ കളവൻ ഇവിടെ എന്താ കാര്യം, എടുത്ത് മാറ്റുക. അതും കുറച്ച് കഠിനമായ ഭാഷയാണ് സ്വാമിജി ഉപയോഗിച്ച്. ഈ 80 കഴിഞ്ഞ കളവൻ എന്ത് കാര്യം എന്നാണ് ചോദിച്ചത്. എവിടെ 80 കഴിയുന്ന? എടുത്തു മാറ്റാൻ പറഞ്ഞു. എടുത്തു മാറ്റി. എന്നിട്ടാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. ഇത് രണ്ടും ഒരാളാണോ? ഇത് രണ്ടും ഒരാളാണോ? ഒരാൾ തന്നെയാണ്. അല്ല നമുക്ക് പറയാൻ പറ്റുമോ? അത് വിവേകാനന്ദ സ്വാമി തന്നെയാണ്. ഇത്രയ്ക്കൊക്കെ കഷ്ടപ്പെട്ട് യൂറോപ്പിൽ തേണ്ടി നടന്ന് പണം പിരിച്ച് കൊണ്ടുവന്നിട്ടാണ് അത് ഉണ്ടാക്കിയത്. കൽക്കട്ടയിൽ പ്ലേഗ് വ്യാപിച്ചു. സേവാപ്രവർത്തനം ചെയ്യാൻ നിശ്ചയിച്ചു. പണമില്ല. പണം വന്നാൽ മാത്രമേ പ്രവർത്തനം ചെയ്യാൻ പറ്റൂ. കുറച്ച് പൈസ വരുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം? അവസാനം നിശ്ചയിച്ചു മഠം വിൽക്കാം. അപ്പോൾ ഗുരുനാഥൻ്റെ ഇതൊക്കെ പ്രതിഷ്ഠിച്ചതോ? സ്വാമിജി അന്ന് പൊട്ടിത്തെറിച്ചു. എൻ്റെ ചോരയും നീരും കൊണ്ടാണത്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് പൈസ കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ വിൽക്കേണ്ടി വന്നില്ല. അപ്പോഴത്തേക്ക് 2 വലിയ സേട്ടുമാർ വന്ന് ആവശ്യമുള്ള പണമൊക്കെ കൊടുത്തു. അങ്ങനെ പ്ലേഗ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു. അപ്പോൾ ഉണ്ടാക്കാനുള്ള ഉത്സാഹം, വിൽക്കാനുള്ള ഉത്സാഹം, ഇതൊക്കെ ഒരു വ്യക്തിയാണോ? ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മഹാപുരുഷന്മാരെ നമ്മൾ 2 വരയുടെ ഉള്ളിൽ ഒതുക്കാതിരിക്കുക. അതാണ് അതിൽ പറയാനുള്ളത്.
ഇരിക്കട്ടെ. അപ്പോൾ ഏതായാലും പ്രതിബോധ വിദിതം എന്നുള്ളതിന് ഇങ്ങനെയും അർത്ഥം. അവിടെ നിൽക്കട്ടെ, അല്പം കഴിയട്ടെ. സുപ്തപ്രതിബുദ്ധ ഗുരുണാ പ്രതിബോധിത ഇതി പൂർവം തു യഥാർത്ഥം. മുമ്പിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഒരു മാറ്റവുമില്ല. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വനിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.